പുത്തൂർ മരോട്ടിച്ചാൽ ചീനവളവ് റോഡിന് സമീപം താമസിക്കുന്ന ചിറപ്പാട്ട് ഏലിക്കുട്ടിക്കാണ് ഈ ദുരവസ്ഥ. ഇവരുടെ വീട്ടിലേക്കും സമീപത്തെ പറമ്പുകളിലേക്കുമാണ് ഈ റോഡ് ഉപയോഗിക്കുന്നത്. ഓരോ മഴക്കാലത്തും വെള്ളം കുത്തിയൊലിച്ചെത്തി റോഡ് തകരുന്നത് പതിവായിരുന്നു. ആയിരക്കണക്കിന് രൂപ ചെലവഴിച്ച് കല്ലും മണ്ണുമിട്ട് നികത്തിയാണ് ഇവർ വർഷം തോറും റോഡ് സഞ്ചാരയോഗ്യമാക്കാറുള്ളത്. ഇത്തവണത്തെ ശക്തമായ മഴയിൽ റോഡ് തകർന്നതോടെ ഇവരുടെ വീട്ടിലേക്ക് വാഹനം പോലും എത്തിക്കാൻ കഴിയാത്ത അവസ്ഥയായി. ഇതിനൊരു പരിഹാരം കാണാൻ അധികൃതരെ സമീപിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല. 2 ആഴ്ച മുൻപാണ് റോഡിനോട് ചേർന്ന് ചെറിയ ചാൽ കീറി വെള്ളം ഇവരുടെ പറമ്പിലേക്ക് ഗതിമാറ്റി ഒഴുക്കിവിട്ടത്. റോഡും വീടും സംരക്ഷിക്കുകയെന്ന ലക്ഷ്യത്തോടെ ചെയ്ത പ്രവൃത്തികൾക്കെതിരെ ചിലർ ഭീഷണി മുഴക്കുകയാണ്. അസുഖബാധിതയായ ഏലിക്കുട്ടിയും മകനും 2 കുട്ടികളുമാണ് വീട്ടിലുള്ളത്. ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലും ഒരു വാഹനം എത്താത്ത അവസ്ഥയിലാണ് ഈ റോഡ്. 2018-ൽ ചീനിവളവ് കുന്നിൽ നിന്ന് ഒഴുകിവന്ന ശക്തമായ മഴവെള്ളപ്പാച്ചിലിൽ ഇവരുടെ വീടിന് നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. 2019-ൽ സ്വന്തം ചെലവിൽ ആരും ഉപയോഗിക്കാത്ത റോഡിന്റെ വശത്തിലൂടെ ഒരു ചാലു തുറക്കുകയും വെള്ളത്തെ ഇവരുടെ സ്വന്തം ഭൂമിയിലൂടെ ഒഴുക്കിവിടുകയും ചെയ്തിരുന്നു. എന്നാൽ പരിസരവാസി മറ്റാളുകളെ സംഘടിപ്പിച്ച് ചാൽ മൂടുകയായിരുന്നു. തുടർന്ന് വന്ന ഓരോ മഴക്കാലത്തും ഇവരുടെ വീട്ടിലേക്കുള്ള റോഡിനും വീടിനും ബുദ്ധിമുട്ടുകൾ നേരിട്ടു. ഇപ്പോൾ റോഡിന് സമീപം കെട്ടിയിരിക്കുന്ന ചാല് പൊളിച്ചു മാറ്റണമെന്നും വെള്ളം റോഡിലൂടെ തന്നെ ഒഴുക്കിവിടണമെന്നും പറഞ്ഞാണ് ഭീഷണി. ഈ വഴി പോണ കാരണം കൊണ്ട് ഈ പെരയുടെ എൻ്റെ പറമ്പിലേക്ക് വെള്ളം പൊട്ടിച്ച് വിട്ട് കഴിഞ്ഞപ്പോഴത്തേനും അയാൾ പിന്നെ വന്ന് ലേള ഉണ്ടാക്കി പണിക്കാരനെ കൂട്ടിക്കൊണ്ട് വന്നിച്ച് ഇവിടെ വഴി കളയാൻ ഈ വഴിക്കൂടി തന്നെ വിടാൻ പറഞ്ഞു, നിങ്ങളുടെ പറമ്പിലേക്ക് വിടരുതെന്ന് പറഞ്ഞു. എൻ്റെ പെരയുടെ മുകളിൽ റബ്ബറിൻ്റെ അകത്തേക്കാണ് ഞാൻ വെള്ളം വിട്ടേക്കണത്. അതേപോലെ ആരെങ്കിലും നന്മ ചെയ്തെന്നുണ്ടോ? നന്മ ചെയ്തിട്ടാണോ എനിക്ക് ഈ ദോഷം? എനിക്ക് ഇവിടെ കിടന്ന് ജയിക്കാൻ യാതൊരു നിവൃത്തിയില്ലാത്ത രീതിയിലാണ് ചെയ്യണത്. ഞാൻ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ ഇരിക്കണതാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് ഈ വെള്ളം എൻ്റെ പറമ്പിൽ കൂടി തന്നെയാണ് വിട്ടേക്കണത്. അപ്പോൾ ഈ റോഡ് കളയണം, മണ്ണെടുത്ത് കളയണമെന്ന് പറഞ്ഞാണ് ഞാൻ ഇവിടെ കാന കയറി 2 പണിക്കാരെ കൂട്ടി വെള്ളം ഞാൻ എൻ്റെ പറമ്പിൽ കൂടി വിട്ടേക്കുവാണ്. പേരുടെ മുകളിൽ കൂടി റബ്ബറിൻ്റെ അകത്ത് വിട്ടേക്കുവാണ്. ഇവർ ഇത് എടുത്ത് കളയണമെന്ന് പറഞ്ഞുള്ള ലേകളെയാണ്. അത് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പേര പോകും. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് ഇവിടെ കിടന്ന് ജയിക്കാൻ യാതൊരു നിവൃത്തിയില്ല. ഓരോ മഴക്കാലത്തും വെള്ളക്കെട്ട് മൂലം ദുരിതമനുഭവിക്കുമ്പോൾ സ്വന്തം ഭൂമിയിലൂടെ വെള്ളത്തെ ഒഴുക്കിവിട്ട് പൊതു റോഡ് സംരക്ഷിക്കാനിറങ്ങിയ വയോധികയ്ക്ക് നേരെയാണ് പലയിടങ്ങളിൽ നിന്ന് ഭീഷണി ഉയരുന്നത്. പ്രശ്നം സ്ഥലം MLA-യും മന്ത്രിയുമായ കെ രാജന്റെയും വാർഡ് മെമ്പറുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് വീട്ടുകാർ പറഞ്ഞു.